ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ പൂസലാർ നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. തിരുവള്ളൂർ ജില്ലയിലെ തിരുനിன்றവൂരിലെ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു പൂസലാർ. അദ്ദേഹത്തിന്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നില്ല. മഹാദേവന് ഒരു ക്ഷേത്രം പണിയണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഒരു ക്ഷേത്രത്തിന് ആവശ്യമായ വസ്തുക്കൾ അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിച്ചു. സാധാരണ രീതിയിൽ ഒരു ക്ഷേത്രം എങ്ങനെയാണോ പണി കഴിപ്പിക്കുന്നത്, അതുപോലെ കുറെ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം മനസ്സിൽ വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചു. പ്രതിഷ്ഠാദിനത്തിന് ഒരു ദിവസവും സങ്കല്പിച്ചു. ഇതേ സമയം പല്ലവ രാജാവ് കാഞ്ചീപുരത്ത് അതിമനോഹരമായ ശിവക്ഷേത്രം പണി കഴിപ്പിക്കുകയായിരുന്നു. അദ്ദേഹവും പ്രതിഷ്ഠാദിനത്തിനായി തിരഞ്ഞെടുത്ത ദിവസം എന്ന് പറയുന്നത് പൂസലാർ നായനാരുടെ അതേ ദിവസം തന്നെയായിരുന്നു. പ്രതിഷ്ഠാദിനത്തിന് തൊട്ടു മുൻപുള്ള ദിവസം ഭഗവാൻ പല്ലവ രാജാവിന് സ്വപ്ന ദർശനം കൊടുത്തു. നാളെ കാഞ്ചീപുരത്തേക്ക് വരാൻ കഴിയില്ലെന്നും തിരുനിன்றവൂരിൽ ഒരു മനോഹരമായ ക്ഷേത്രം ഭഗവാൻ ഭക്തൻ കഴിപ്പിച്ചിട്ടുണ്ടെന്നും നാളെ അവിടെയാണ് പ്രതിഷ്ഠാദിനം നടക്കുന്നതെന്നും അരുളി ചെയ്തു. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന രാജാവ് ക്ഷേത്ര പരിപാടികൾ നിർത്തി തിരുനിன்றവൂരിലേക്ക് പുറപ്പെട്ടു. അവിടെ എല്ലാം അദ്ദേഹം തിരഞ്ഞു. ഭടന്മാരും 4 ദിക്കും നോക്കി. ആർക്കും ഒരു പുതിയ ക്ഷേത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമല്ലേ? രാജാവ് ഭഗവാൻ പറഞ്ഞ ഭക്തന്റെ പേരോർത്തു, പൂസലാർ. അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ചു. അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. മാനസികമായി പണി കഴിപ്പിച്ച തന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തി ആനന്ദാവസ്ഥയിലായിരുന്നു നായനാർ. രാജാവ് തന്റെ സ്വപ്ന ദർശനം പൂസലാരോട് ഉണർത്തിച്ചു. നായനാരുടെ ആനന്ദത്തിന് അതിരില്ലാതെയായി. തന്റെ മനസ്സിൽ കെട്ടിയ ക്ഷേത്രം ഭഗവാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലാതെയായി. രാജാവിന് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നായനാരുടെ കാൽത്തൊട്ട് വന്നിച്ച് അദ്ദേഹം മടങ്ങി. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ബാഹ്യ ആരാധനയേക്കാൾ ശ്രേഷ്ഠമാണ് മാനസിക ആരാധന. അതിന് ഭക്തിയുടെ ഒരു തലത്തിൽ എത്തണം എന്ന് മാത്രം. ക്ഷേത്രത്തിൽ ജീവിച്ചോളൂ, മരണം വരെ ആവരുത് എന്ന് വിവേകാനന്ദ സ്വാമിയുടെ വരികൾ ഓർത്തു പോവുകയാണ്. മാനസിക ആരാധന ഉടൻ തന്നെ സമാധിയിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും നയിക്കുന്നു. പൂസലാർ നായനാരെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന ഉത്തരകുമാർജിയെ മനസ്സാ സ്മരിക്കുന്നു. ഓം ശിവശക്തിഐക്യ രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.